ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിന്റെ ഫുൾ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ വീക്കെൻഡ് പ്രൊമോയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന റിവ്യൂ ആണിത്. അങ്ങനെ ആകാശ് അശ്വിനെ വിളിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിച്ചത്. അങ്ങനെ അശ്വിനെ ഫോൺ വിളിക്കുമ്പോൾ അശ്വിന്റെ ഫോൺ കിട്ടുന്നില്ല കേട്ടോ. ആകാശ് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്യാമിനെ വല്ലാത്ത പോലെ തോന്നുവാണ്. ശ്യാം പറയുന്നുണ്ട്, അല്ല, ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞൻ അളിയും കോള് കാണുമ്പോഴേക്കും തിരിച്ചിങ്ങോട്ട് വിളിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, അങ്ങനെയല്ല ഏട്ടാ, ശ്യാമേട്ടാ, ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി നോക്കി നിന്നിട്ടോ ആലോചിച്ചിട്ടോ ഒരു കാര്യമില്ല. പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം അറിയിക്കണം എന്ന് പറയണം. പോലീസിലൊക്കെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? അളിയൻ ശ്രുതിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ശ്യാം പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആകാശം പറഞ്ഞു തന്നെയാ ശരി, പോലീസിൽ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ശ്യാം ഒന്ന് കിടുങ്ങി പോന്നിട്ടോ. ശ്യാം നൈസായിട്ട് അവിടുന്ന് മുങ്ങുവാണ്. ശേഷം പതുക്കെ അപ്പുറത്തേക്ക് മാറുന്നതിന് ശേഷം അശ്വിനെ കെട്ടിയിട്ട ഗുണ്ടകളെ ഫോൺ ചെയ്യാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, അശ്വിൻ സാരാമിന്റെ ഫോൺ ഓൺ ചെയ്യണം. അതിന്ന് ഞാൻ പറഞ്ഞ പോലെ അയാൾക്ക് ഫോണിൽ സംസാരിക്കാൻ വേണ്ടി പറയണം. എന്താ സാർ പറയേണ്ടത് എന്ന് ഗുണ്ടകൾ ചോദിക്കുമ്പോൾ അവന്റെ പെങ്ങളെയാണ് ഫോൺ വിളിക്കേണ്ടത്. വിളിച്ചിട്ട് പറയണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ലണ്ടനിൽ തന്നെയാണ്, ഇവിടെ വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റാത്തതും ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റാത്തതും. വേറെ കുഴപ്പമൊന്നുമില്ല, ചേച്ചി നന്നായിട്ട് ഫുഡ് കഴിക്കണം ശ്രുതി, നീ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും സംസാരിക്കണം എന്നൊക്കെ പറയണം. പിന്നെ അവനോട് പ്രത്യേകം പറയണം, എന്തിലൊക്കെ എടുത്തു ചാടി എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ജീവൻ തന്നെ ആപത്താണെന്ന് പറയണം. കെട്ടിയിട്ടിട്ട് മാത്രം സംസാരിപ്പിച്ചാൽ മതി എന്നൊക്കെ ശ്യാം പറയണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുണ്ടകൾ അശ്വിന്റെ ഫോൺ ഓൺ ആക്കുവാണ്. ആകാശ് പോലീസിനെ വിളിക്കാൻ വേണ്ടി ഡയൽ ചെയ്യുമ്പോൾ തന്നെ അശ്വിന്റെ ഫോണിൽ നിന്ന് അഞ്ജലിയുടെ ഫോണിലേക്ക് കോൾ വരുവാട്ടോ. കുഞ്ഞെ വിളിക്കുന്നുണ്ട് എന്ന് അഞ്ജലി പറയാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര ഷോക്ക് ആവാണേ. അശ്വിനോ എന്ന് ശ്രുതി നോക്കുന്നുണ്ട്. അതെ അതെ, അശ്വിൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ എടുക്കണം. ഹലോ കുഞ്ഞ, നീ ഇത് എവിടെയാ കുഞ്ഞ? നിന്നെ കുറിച്ച് ആലോചിച്ച് ഞാനിപ്പോ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാരും ആകെ വിഷമത്തിലാണ്. നീ ലണ്ടനിൽ എത്തിയില്ലെന്ന് നിന്റെ മാനേജർ പറഞ്ഞല്ലോ, നീ എവിടെയാ കുഞ്ഞ എന്ന് പറയാണ്. അപ്പോഴേക്കും അശ്വിൻ പറഞ്ഞു, ചേച്ചി ഞാൻ ലണ്ടനിൽ തന്നെയുണ്ട്, മീറ്റിംഗിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, അതിന് ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി, അതുകൊണ്ടാണ് ആ മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കാതിരുന്നത്, അത് ഞാൻ മാനേജർ അറിയിക്കാൻ വിട്ടുപോയതാണ്. ചേച്ചി ടെൻഷനൊന്നും അടിക്കണ്ട, ഭയങ്കര ബിസിയാണ് ചേച്ചി, ഒടുക്കത്തെ ബിസിയാണ്, കിടന്നുറങ്ങാൻ പോലും സമയമില്ല, അതാണ് ഞാൻ ചേച്ചിനെ കോണ്ടാക്ട് ചെയ്തിരുന്നത്. ചേച്ചി സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കണം, മരുന്നൊക്കെ സമയത്തിന് കഴിക്കുന്നുണ്ടോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോ അഞ്ജലി പറയുന്നുണ്ട്, അതേ കുഞ്ഞ, ഞാൻ എല്ലാ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, സമാധാനമായി കുഞ്ഞ, സന്തോഷമായി, നിനക്ക് എന്തോ സംഭവിച്ചെന്ന പോലെ 2-3 ദിവസമായിട്ട് എന്റെ മനസ്സിൽ തോന്നുന്നു, ഇപ്പൊ നിന്നോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന് പറയണം. ആ സമയത്തൊക്കെ ശ്രുതി ആണെങ്കിൽ വെമ്പൽ കൊള്ളുവാട്ടൊന്ന് സംസാരിക്കാനായിട്ട്. അതിനുശേഷം അഞ്ജലി പറഞ്ഞ, ഞാൻ മുത്തശ്ശിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കാണ്. ഹലോ കുഞ്ഞ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല മുത്തശ്ശി എന്ന് പറയാണ്. അപ്പൊ മുത്തശ്ശിയും കരയാട്ടോ. അശ്വിൻ പറയണ്ട, മുത്തശ്ശി എന്തിനാ നിങ്ങളിങ്ങനെ വിഷമിക്കണത്? എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും നിങ്ങൾക്ക് ഇത്രമാത്രം ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? ഒരു കുഴപ്പമില്ല, നോക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരും, ആരെടുത്തും ടെൻഷൻ അടിക്കേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ പറയണോട്ടോ. മനോരമാന്റി എന്തെടുക്കുന്നു, ആകാശ് എന്തെടുക്കുന്നു, പ്രീതി എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, നിന്റെ ഭാര്യ ഇവിടെ ഉണ്ട് ശ്രുതി, അവക്ക് ഫോൺ കൊടുക്കട്ടെ? കൊടുക്ക് എന്ന് അശ്വിൻ പറയണം. അങ്ങനെ ശ്രുതി കൈ വിറച്ച് ആ ഫോൺ, അശ്വിന്റെ ഫോൺ വാങ്ങിക്കുവാട്ടോ. ഹലോ സാർ എന്ന് പറയുമ്പോ പെട്ടെന്ന് അശ്വിന്റെ വിഷമമാവാണ്. അശ്വിൻ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കരണ പോലെ ഇങ്ങനെ വിതുമ്പോ കേട്ടോ. ശ്രുതിക്കും അതേ ഒരു വികാരം തന്നെയാണ് തോന്നുന്നത്. ശ്രുതി പെട്ടെന്ന് തന്നെ ആ ഫോൺ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പൊ അഞ്ജലി പറഞ്ഞ, ഭാര്യക്ക് ഭർത്താവിനോട് രഹസ്യമൊക്കെ പറയാനുണ്ടാവുമായിരിക്കും, നമുക്ക് അവിടെ കട്ടുറുമ്പാവണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് പോകണമെന്നില്ല. അങ്ങനെ ശ്രുതി കുറച്ച് മാറി നിന്നിട്ട് അശ്വിനോട് പറഞ്ഞിട്ട്, സാർ എവിടെയാണ് സാർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി കരഞ്ഞോണ്ടിരിക്കുകയാണെന്ന് അശ്വിനെ മനസ്സിലാവുന്നുണ്ട്. ശ്രുതി അടുത്ത് പറയണ്ട, ശ്രുതി നീ എന്തിനാ ശ്രുതി കരയണത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രുതി, നീ ആദ്യം ഒന്ന് കരച്ചിൽ നിർത്ത് ശ്രുതി എന്ന് പറയാണ്. പക്ഷെ ശ്രുതി കരഞ്ഞോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് അശ്വിനും കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. പക്ഷെ അശ്വിൻ ആ ഒരു കരച്ചില് ശ്രുതിനെ ഇങ്ങനെ അറിയിക്കുന്നില്ല. ഇങ്ങനെ അടക്കി പിടിച്ചിട്ടാണ് അശ്വിൻ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്. ആ സമയത്ത് ശ്രുതി ആണെങ്കിൽ ഇങ്ങനെ ഏങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അശ്വിൻ പറഞ്ഞു, ശ്രുതി പ്ലീസ് ശ്രുതി, നീ ഇങ്ങനെ കരയില്ല ശ്രുതി, എനിക്കൊരു കുഴപ്പമില്ല ശ്രുതി, ഇതേ ഞാൻ വിളിച്ചല്ലോ, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരും, ഞാൻ നിന്നെ വേദനിപ്പിച്ചതിനൊക്കെ സോറി ശ്രുതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. ശേഷം ശ്രുതി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ഫോൺ ഇങ്ങനെ താ എന്ന് ഗുണ്ടകൾ പറയുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കാണ്, ഫോൺ താ എന്ന് പറഞ്ഞൊരു ആക്ഷൻ കാണിക്കണം. ആ സമയത്ത് പെട്ടെന്ന് ഫോൺ കൊടുക്കേണ്ട സമയമാകുമ്പോൾ തന്നെ അശ്വിൻ ശ്രുതി എടുത്ത് പറയണ്ട, ശ്രുതി എന്താ സർ എന്ന് ചോദിക്കുമ്പോൾ ഐ ലവ് യു ശ്രുതി എന്ന് അശ്വിൻ പറയണം. അത് കേൾക്കുന്നത് ശ്രുതി ഒന്നും കൂടി പൊട്ടിക്കരയാട്ടോ.
അങ്ങനെ പൊട്ടിക്കരഞ്ഞു കഴിയുമ്പോഴേക്കും അശ്വിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഗുണ്ടകൾ ആ ഫോൺ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും അശ്വിന്റെ കൈകളൊക്കെ ശരിക്കും ചരടൊക്കെ വെച്ച് ബന്ധിച്ച് കെട്ടുവാട്ടോ. അശ്വിനും ആകെ വിഷമം, അവിടെ ശ്രുതിയും പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും അശ്വിനും അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഞ്ജലി പറയണ്ടോ, ഹോ എന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ആകാശ് പോലീസിനെ ഫോൺ വിളിക്കാൻ പോയപ്പോൾ തന്നെ കുഞ്ഞൻ വിളിച്ചു. എന്തായാലും പോലീസിനെ ഫോൺ വിളിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കുഴപ്പമായേനെ, പോലീസുകാർ ഇവിടെ വന്നാനെ, പ്രശ്നമായാനെ, മീഡിയക്കാരറിഞ്ഞാനെ, എന്തായാലും അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ പരിഹാരമായല്ലോ എന്ന് പറയാണ്. അത് കേൾക്കുന്നത് ശ്രുതിക്കൊരു സംശയം തോന്നുവാണ്. കറക്റ്റ് ആയിട്ട് പോലീസിനെ വിളിക്കുന്ന സമയത്ത് തന്നെ അശ്വിൻ സാർ തിരിച്ചു വിളിച്ചു. അതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ചിങ്ങനെ എടുക്കാട്ടോ, ഇനി അശ്വിൻ സാറ് ഇനി വേറെ എന്തെങ്കിലും ഗുണ്ടകളുടെ കയ്യിലാണോ എന്നൊക്കെ ശ്രുതിക്ക് സംശയം ഉള്ളിന്റെ ഉള്ളിൽ തോന്നുവാണ്. അത് മാത്രമല്ല, ശ്രുതി ഇങ്ങനെ അടുത്ത് അഞ്ജലി ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രുതി ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അഞ്ജലി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അശ്വിന്റെ അടുത്ത്, കുഞ്ഞ നീ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അശ്വിൻ ഒരു സ്ഥലപ്പേര് പറഞ്ഞു. ആ പേരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ശ്രുതി അശ്വിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം കേട്ടോ. അത് ഒരു സ്ഥലത്തിന്റെ ഒരു പേരാണ്. അപ്പൊ അഞ്ജലി വീണ്ടും ആ സ്ഥലപ്പേര് ചോദിക്കണ്ടേ, എവിടെയാ കുഞ്ഞ എന്ന് ചോദിക്കുമ്പോ ആ സ്ഥലപ്പേര് അശ്വിൻ വീണ്ടും അഞ്ജലി എടുത്ത് പറയുന്നുണ്ട്. അതൊരു ക്ലൂ പോലെയാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അഞ്ജലിക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. അഞ്ജലി വെറുതെ ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഇങ്ങനെ ചോദിച്ചു, എവിടെയാ കുഞ്ഞ നീ, എങ്ങനെ എന്താ ചെയ്യണ കുഞ്ഞ, അങ്ങനത്തെ രീതിയിലാണ് അഞ്ജലി ചോദിച്ചത്. അപ്പൊ ആ സ്ഥലപ്പേര് ശ്രുതി അങ്ങനെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കാണ്. എന്നിട്ട് ആ സ്ഥലം എവിടെയാണെന്നും എന്താണെന്നും ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ആ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാന്നൊക്കെ ശ്രുതി ഇങ്ങനെ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ ശ്രുതി മനസ്സിലാക്കണം, അപ്പൊ അശ്വിൻ ലണ്ടനിലൊന്നും ഇല്ല, ഇവിടെ എവിടെയൊക്കെ തന്നെയാ ഉള്ളത്. ആരും അശ്വിനെ ബന്ധിച്ചിരിക്കുകയാണ്. അത് മിക്കവാറും ശ്യാം തന്നെയായിരിക്കും എന്ന് ശ്രുതിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ശ്രുതി ശ്യാമിനെ ഫോളോ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അത് മാത്രമല്ല, അതിനിടയിൽ വീട്ടുകാരെ ആരും അറിയാതെ ശ്രുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. തന്റെ ഭർത്താവിനെ കാണാനില്ലെന്നും ലണ്ടനിലേക്ക് പോയതാണെന്നും ഫ്ലൈറ്റ് കയറുന്നവരെ ഭർത്താവിനെ താൻ കണ്ടതാണെന്നും അതിനുശേഷം ഭർത്താവ് ലണ്ടൻ ഫ്ലൈറ്റിൽ പോയില്ലെന്നും ഒക്കെ പറഞ്ഞാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്. പോലീസുകാർ കംപ്ലൈന്റ് എഴുതി വെക്കുന്നുണ്ടെങ്കിലും അവർ കാര്യമായിട്ടൊന്നും അന്വേഷിക്കുന്നൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ അവർ അന്വേഷിക്കുന്ന മുമ്പ് തന്നെ ശ്രുതി സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അങ്ങനെ ശ്രുതി ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന സമയത്താണ് ഈ അശ്വിന്റെ മെഡിസിൻസ് വീട്ടിലേക്ക് കൊറിയർ വഴി വരുന്നത്. അപ്പൊ കൊറിയർ വരുമ്പോഴേക്കും ശ്രുതി ചോദിക്കേണ്ടത് എന്ത് കൊറിയറാന്ന് ചോദിക്കുമ്പോ മനോരമ പറയുന്നുണ്ട്, ഇത് മാസം മാസം അശ്വിൻ, അതായത് കുഞ്ഞിനുള്ള മെഡിസിൻസ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൊടുത്തയക്കണമെന്ന് പറയും. ഇത് മെഡിസിൻസ് പെട്ടെന്ന് എവിടെയും കിട്ടില്ല, ആകെ ഇവിടെ തന്നെ ആകെ 2 മെഡിക്കൽ ഷോപ്പിൽ മാത്രമേ ഇതുള്ളൂ. അപ്പൊ സ്റ്റോക്ക് ഔട്ട് ആവണം മുമ്പേ ഇത് മേടിച്ചു വെക്കാറാണ് പതിവെന്ന് പറയും. അങ്ങനെയാണ് ശ്രുതി അപ്പൊ മെഡിസിൻ മേടിച്ചത്, അതായത് അശ്വിൻ ഇപ്പൊ എവിടെയാണെങ്കിലും ആ മെഡിസിൻ കഴിക്കാതെ അശ്വിനെ പറ്റില്ല. കാരണം ഷുഗർ ലെവൽ അശ്വിനെ കുറയുമെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഷുഗർ ലെവൽ അശ്വിനെ കുറയാതിരിക്കാനായിട്ട് ആ മെഡിസിൻ അശ്വിൻ കഴിക്കുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ ഏത് മെഡിക്കൽ ഷോപ്പിൽ നിന്നായിരിക്കും മേടിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ശ്രുതി ഇങ്ങനെ അറിയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോഴാണ് മനോരമയും കൂടി ശ്രുതിയുടെ കൂടെ കൂടുന്നത്. അങ്ങനെയാണ് അവർ രണ്ടുപേരും പിന്നീട് ഒരുമിച്ച്, അതായത് വീട്ടിൽ വേറെ ആർക്കും പിന്നെ പറയത്തൊന്നുമില്ല ഈ കാര്യങ്ങളൊന്നും. മനോരമയും ശ്രുതിയും മാത്രം അറിഞ്ഞിട്ട് അവർ രണ്ടുപേരും മാത്രം തീരുമാനം എടുത്തിട്ട് പിന്നെ അന്വേഷിച്ചു പോകുന്ന ഭാഗങ്ങളാണ് അടുത്ത ആഴ്ച കാണാൻ പോണത്. അതേസമയം എല്ലാ ദിവസവും അശ്വിന്റെ മനസ്സിലാകെ 2 മുഖങ്ങൾ മാത്രമേ ഓർമ്മയിലുള്ളൂ കേട്ടോ. നമ്മുടെ അഞ്ജലിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ. അശ്വിൻ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശ്രുതി അങ്ങനെ തന്നെയാണ്, എങ്ങനെയെങ്കിലും അശ്വിനെ കണ്ടുപിടിക്കണം, ആ ഒരു വിചാരമാണ് ശ്രുതിക്ക്. അപ്പൊ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.